ഹായ് ഗൈസ്, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എന്താ എന്താണ് ഇത് അറിയാണ്ട് ചമ്മന്തി. എന്താ കറിയമ്മ? ചെറുപയർ. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ്. സമയത്തായി 10 മണിയായി. അത് സ്വാഭാവികം. എല്ലാവരും ആരും ഏത് കെട്ടിച്ച പെൺകുട്ടികളും സ്വന്തം വീട്ടിൽ പോയാൽ ഇതൊക്കെ നേരത്തെയാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഇത് കഴിച്ചിട്ട് വീണ്ടും കിടന്നിറങ്ങും. ഈ വീഡിയോ കാണുന്നല്ലേ? പറ കേക്കട്ടെ, ഉമ്മച്ചി കേക്കട്ടെ, പറ. ഉമ്മച്ചി എന്നൊക്കെ ജയിക്കണ പണിയെടുപ്പിക്കും. അവിടെ നേരത്തെ എണീക്കണം. ഇവിടെ വന്നപ്പോഴാ അമ്മ സുഖമായത്. സമാധാനം. എന്തായാലും ഇതൊരു വിശ്വസിക്കൂല. ഇതൊന്നും ഞാൻ ചെയ്യാത്ത ഇതൊന്നും ചെയ്യാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല. അമ്മ, ഇതെനിക്ക് ഇഷ്ടമില്ലാത്ത കറിയാണ്. ചെറുപയറല്ലേ? ഒരു മണി ചെറുപയറട്ടെ, ബാക്കി ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ്. ഒരു മണി ചെറുപയർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഫുള്ള് ചെറുപയറാണല്ലോ കാണുന്നേ. തുള്ളി കാപ്പി മധുരം വേണം. വേറെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? അതെങ്ങനെയല്ലേ? ഇവിടെ വന്നാൽ പിന്നെ നമുക്കുള്ള ഫുഡൊന്നും പറ്റൂല. പല പല ഫുഡുണ്ട്. ഞാൻ ഇവിടെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഐഫോൺ ഇങ്ങനെ പറ്റൂല. ബാക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ തന്നെ കട്ട് ചെയ്തിട്ട് വേണം തിരിക്കാൻ. ഇങ്ങനെ സുഖമുണ്ടല്ലേ? ഞാൻ ആ പുറത്തുനിന്ന് എടുത്തില്ല. അവിടുന്ന് ഏതാ ഞാൻ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലം എന്താ ക്ലിയർ അറിയോ? നല്ല അടിപൊളി. ഒന്ന് പോയേക്ക് ഒരു മധുരക്കട്ട. അപ്പൊ ഇവിടെ ഇപ്പൊ ചിങ്കു ഇല്ല, ഉപ്പച്ചി ഇല്ല, ആയിഷ ഇല്ല, ലൂയി ഇല്ല. ഓരൊക്കെ ഉപ്പച്ചിന്റെ എ ഡേ ഇൻ മൈ ലൈഫ് തീരുമാനിച്ചു. ഇന്നലെ ഉമ്മ തീരുമാനമെടുത്താ. എന്നിട്ട് രാവിലെ വീട്ടിൽ എടുത്ത് പോയില്ലേ? അല്ല, 5:30 ചിങ്കുനെ എനിക്ക് ഫോണിൽ നമ്പറൊക്കെ അടിച്ചെന്ന്. ഓളെ നമ്പർ എൻ്റെ അടുത്തില്ലേ? ഉമ്മ വിളിച്ചാൽ മതി. പക്ഷെ ഓൾക്ക് സാലറി എടുക്കുന്നില്ല. അപ്പൊ കുഞ്ഞാവിന്റെ ഒക്കെ വിളിച്ച് അപ്പൊ തന്നെ ഓളെ ഇറങ്ങി. ചിങ്കുവിന്റെ നമ്പർ ഉമ്മാന്റെ പറയുമ്പോ ക്ലിയർ ആയിട്ട് പറയണം. ഉമ്മാന്റെ ഫോണ് പൊട്ടിയോണ്ട് ഓളത് പുതിയ നമ്പറുമാണ്. ഉമ്മ വിളിക്കുക ഓളെ വാട്സപ്പ് നമ്പറിലോട്ടാണ് പൊതുവെ വിളിക്കല്. അതല്ല, ഉമ്മാന്റെ ഫോൺ പൊട്ടി. ഫോൺ കൊടുത്ത അപ്പൊ ഇവ എന്നെ ഭീഷണിപ്പെടുത്തി നമ്പർ എനിക്ക് സേവ് ചെയ്യാൻ പാടില്ല. അത് എന്റെ ഫോണല്ലേ? എന്റെ കമ്പനി ഫോണാണ്. എന്റെ കമ്പനി ഫോണില് സ്വന്തം വൈഫിന്റെ നമ്പർ സേവ് ചെയ്ത് അതൊന്നും ചെയ്യണ്ട. അത് ആരും ചെയ്യൂല. അല്ല, ഓൻ ചെയ്തിട്ടില്ല. വെറുതെ സിംഗ് കാണുമ്പോ അങ്ങനെ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. ഉമ്മടെ തിന്നാത്തെ ഞാനല്ല എന്നോ തിന്നു. ഞങ്ങളൊന്നും ചെന്ന് അപ്പൊ ഞാൻ എന്തോ പറയാൻ വന്ന അതിന്റെ ഇടയിൽ ഇവൻ പറഞ്ഞത്. ഞാനാണ് ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചതാ. എന്റെ അമ്മോ, എപ്പ തുടങ്ങി കലവില്ല എന്നാ വാതിലടച്ചിട്ട് പോവാ. ഞാൻ 10 വട്ടം എണീറ്റ് വാലടച്ചു. അപ്പേക്കും ഡോർക്കൊക്കെ പോയി. എനിക്ക് 6 മണിക്ക് അല്ല, ഇത് ഡയമണ്ട് ലൈഫ്. അപ്പൊ 1 മണിക്കൂർ ഉണ്ടാവുമല്ലോ. മൈക്ക് കൊണ്ടേക്കണ്. മൈക്കിന്റെ കണക്ടർ കൊണ്ടേക്കില്ല. അതൊന്നും മൈക്ക് വെക്കില്ല. മൈക്കോടെ വെച്ചിക്കണ് സംസാരിക്കണ്ടോ? പറഞ്ഞെടുത്ത് മൈക്ക് വെച്ചിട്ട് കാര്യമില്ല. അയ്യോ, അപ്പൊ സീരിയസ് സൗണ്ട് ഉണ്ടാവില്ലല്ലോ. ചമ്മന്തി വേണം. ചമ്മന്തി മൈക്കുണ്ടാക്കിയാണ് സംസാരിച്ചത്. പണ്ടത്തെ വീഡിയോയിലല്ലേ ഇപ്പൊ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുക, ഫുഡ് കഴിക്കുക. കുറച്ച് പണിയുണ്ട് കേട്ടോ. എന്ത് പണിയാ? ചെമ്മീൻ നന്നാക്കി. അതൊക്കെ നന്നാക്കി തരാം. നമുക്കൊന്ന് ചെമ്മീൻ തേങ്ങാച്ചോറ്. ചെമ്മീൻ തേങ്ങാച്ചോറോ? അതിന് ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയ പോലെ നല്ല രസമുണ്ടോ? വെറുംചോറില്. വെറുംചോറ് തന്നെ തേങ്ങാച്ചോറ്. തേങ്ങാച്ചോറല്ല, ഇറച്ചിച്ചോറ് ഉണ്ടാക്കൂലേ? അതെന്നെ അതിന് തേങ്ങാച്ചോറ് എന്നല്ലല്ലോ പറയാ, ചെമ്മീൻ ചോറ്. അപ്പൊ രാവിലെ 9:30 എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 9:30 ഒന്നും കഴിക്കാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് നമ്മ പണി തരുന്നുണ്ട്. എന്ത്? ചെമ്മീൻ നന്നാക്കാം. എന്താ കറി? ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഉണ്ട്. വെറുതെ ഞങ്ങൾ പൊതുവേ ചെറുപയർ, ക്യാരറ്റ്,
പൊട്ടറ്റോ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഉള്ളി റെസിപ്പി പറഞ്ഞിരുന്നുണ്ടേ. എല്ലാം ഇട്ട് വേവിച്ച് കുരുമുളക് ഇട്ട് തേങ്ങ ജീരൊക്കെ അരച്ച് പാർന്ന് കുറുമയാക്കി എടുത്ത്. ഓക്കെ, എന്നൊരു ടേസ്റ്റ് ഇല്ല. റെസിപ്പി മൊത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്താണ്, ഫുഡ് കഴിച്ച് നമുക്ക് ചെമ്മീൻ നന്നാക്കണം. അപ്പോൾ വീഡിയോ എടുക്കാം. ഓക്കെ, കുറേ ഉണ്ട്. കുറേ ഉണ്ടോ? ചെറുതാണോ? വലുതല്ല. ഇവിടുത്തെ ചേച്ചീൻ്റെ ഭർത്താവാട്ടോ. ചേച്ചി ചേച്ചി പുതിയ ബ്ലോഗർ ചേച്ചി ചേച്ചിന്റെ ഭർത്താവ് സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. നോക്കട്ടെ എവിടെ? നിങ്ങളെ ചേച്ചിക്ക് വെള്ള സാരി എടുത്തൊക്കെ വേണ്ട, റെഡ് മതി. ഇതൊക്കെ ചേച്ചി കേട്ടോ അത്ര ആയിട്ടില്ലല്ലേ ഇതൊക്കെ ചേച്ചി? ഇതൊക്കെ റെഡ് സാരി സൂപ്പർ. ഈ ചേച്ചീന്റെ ഹസ്ബൻഡ് ആണ് ഇന്ന് ഓണപരിപാടിയാ. എന്താ പേര്? ദാൽ ബഹാദൂർ. ഇല്ലല്ല, ഇന്ന് അനിൽകുമാർ. അനിൽകുമാർ. ഓ അങ്ങനെ. എന്തിനാ? ദാൽ ബഹദൂർ. ദാൽ ബഹദൂർ. അപ്പൊ ചേച്ചിന്റെ പേരെന്താ? അത് നമ്മൾക്ക് അറിയുന്ന പേരാണല്ലോ. കേരളത്തിലെ ചരിത്രം, കേരളത്തിലെ ആചാരം, നമ്മുടെ ഓണം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ജാതി മത ഇല്ലാത്ത എല്ലാവർക്കും കേരളക്കാർക്ക് മെയിൻ ഓണം പരിപാടിയാണ്. അപ്പൊ ഓണാശംസകൾ. സൂപ്പറായി കൊടുത്തിട്ട് അപ്പൊ ഗൈസ് ഞാൻ പുറത്തേക്ക് വന്നാണ്. ഇന്ന് നല്ല വെയിലാണ്. പുഴു 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 പോണോക്ക്. എന്താ? പെണ്ണുങ്ങളാണ് യാസിൻ കാക്കാന്റെ വീട്ടില് മാർച്ച് വരെ പണിക്കുണ്ടാവും. പിന്നെ നാട്ടിൽ പോകും. അപ്പം ഗൈസ് നമ്മൾ ചെമ്മീൻ വൃത്തിയാക്കാൻ പോവുകയാണ്. കുത്തിയോ? ഇത് കുറേ ഉണ്ടല്ലോ അമ്മ. നന്നായേ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ട് ടൈപ്പ് ചെമ്മീനാ. വെറുതെ അല്ല എന്നെ വിളിച്ചുകൊണ്ടുവന്നത്. എൻ്റെ അത് ചെറിയ ചെമ്മീൻ കേട്ടോ. ഇത് കുറച്ചെങ്കിലും വലിപ്പമുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ആക്ക. അല്ല രണ്ടും. ഓ മൈ ഗോഡ്, ഇതെങ്ങനെ നമ്മൾ വൃത്തിയാക്കും? എത്രങ്ങാനുണ്ട്? ബാ ഐസി എന്നാ ഇത് പിടിക്ക്. തായറിങ്ങി പിടിക്കുക, എന്നാലേ കാണുള്ളൂ. കുറെ ഉണ്ട്. പൊടിച്ചെമ്മീനാണ്, പൊടിച്ചെമ്മീൻ. ഞാനേ വേഗം കൊണ്ടുപോക്കി തരാം. ഈ മറ്റേ അത് ലാസ്റ്റ് ഞാൻ തൊണ്ട് വെക്കാം. ഓ ഈ വെള്ളം മാറ്റുമ്പോ ഇത് ഭയങ്കര തണുപ്പാ. ഇട്ട് തോല് ഞാനിത് പോക്കിട്ടുള്ളൂ കേട്ടോ. പണ്ടില്ലേ ഞാൻ പഠിക്കണ സമയത്ത് എന്റെ മുഖത്തൊക്കെ പിടിക്കില്ലേ, ഞാൻ പോക്കിട്ടുള്ളൂ. എന്നാ പണി കഴിഞ്ഞ് നമ്മൾ പഠിക്കണ സമയത്ത് പറയട്ടമ്മ 10ാം ക്ലാസ് പഠിക്കാൻ പറ്റുമ്പോ ചെമ്മീൻ വാങ്ങിക്കൊണ്ടിരും. പണ്ട് മുതലേ ഞാൻ ചെമ്മീൻ നിന്നൊക്കെ ഉമ്മക്ക് ഓർമ്മയില്ല. ഇതിനും ചെറിയ ചെമ്മീനാണ്. നമ്മളെ പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പും എന്നിട്ട് നന്നാക്കി തരില്ല, ഓർമ്മ ഉണ്ടാവും. ഇതിനും പൊടിച്ചെമ്മീനാണ്. എന്നിട്ട് ഞാനാ നന്നാക്കല്. എന്നിട്ട് ഇപ്പോഴും മേപ്പാടിയിൽ ഞാനോട്ടോ ചെമ്മീൻ നന്നാക്കല്. അതുണ്ടല്ലോ ഞാൻ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. ഉമ്മച്ചി ഇങ്ങോട്ട് മോൻ കാണിക്ക്. ഉമ്മച്ചി ഈ വീഡിയോയിൽ കമന്റ് ചെയ്യട്ടെ, ഉമ്മച്ചി ഞാൻ പണി എടുക്കലുണ്ടോ ഇല്ലയോ. ഉമ്മച്ചി അറിയില്ല. ഫാൻസ് തന്നതിന് താങ്ക് യു. ഫാൻസ് കൊടുത്തതിന് താങ്ക് യു. ഞാൻ ഉമ്മാന്റെ വിചാരം ഞാൻ പണി എടുക്കലില്ല. നല്ല മാപ്പിളിന്റെ പണി എടുക്കണ്ടേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. നിർബന്ധമല്ല, അതങ്ങനെയാണ് നാട്ടു നടപ്പ്. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് പണിയെടുക്കണം എന്നുള്ളത്. എനിക്ക് പണിയെടുക്കാണ്ട് അവിടെ ഫുഡ് വയ്ക്കുമ്പോ ഇടങ്ങാറില്ലേ? തീരെ ഒന്നും ചെയ്യാണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു പോകും. അത് ഇവിടെ വന്ന ഓട്ടോമാറ്റിക്കലി നിന്നും പോകും. അതെന്താ അങ്ങനെ? അത് ഏത് കിതാബിലുള്ള? ഉമ്മാന്റെ പുരയെ പോയിട്ട് എന്താ ഞാൻ ഉമ്മ വെള്ളമുണ്ട്, ഉമ്മാന്റെ വീട് വെള്ളമുണ്ട് കേട്ടോ. വെള്ളമുണ്ടെ പോയി നിന്നാല് ഉമ്മ അവിടെ പോയിട്ട് നീണ്ടു നിവർന്ന് കിടക്കുക. ഉമ്മ ചായ, ഉമ്മ ചോറ് എന്നാണ് ഞാൻ പറയില്ലേക്കൽ കേട്ടോ. ഉമ്മ മീൻസ് ഉമ്മ റെസ്റ്റ് ഉണ്ട്. 300 ദിവസം നമുക്ക് പണിയാ. അപ്പൊ പിന്നെ ഞങ്ങളോ? നിങ്ങളെ വീട്ടിൽ എത്ര പണിയൊന്നുമില്ല. നീ ഒന്നും ഇല്ലെങ്കിലോ
സ്വന്തം വീട്ടിൽ വരുമ്പോ സാധാരണ ഐസിങ് കൊണ്ടുപോവാ പെൺകുട്ടികളെ വീട്ടിൽ വരും ഉമ്മാക്കൊക്കെ കുറച്ച് റെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ചെയ്തിരുന്നെന്താ ഈ ചെയ്തിരുന്നെന്താ ചെമ്മീനായോണ്ട് ചെയ്യില്ല വെച്ചിട്ടോണ്ടിട്ടോ. ഇതിലൊന്നും ഇതുണ്ടാവില്ല. ഏറ്റവും വലിയ റിസ്ക് പിടിച്ച പണിയാണ് ചെമ്മീൻ നന്നാക്കല്. ഞാൻ അമ്മ ചെമ്മീൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു അന്ന് സിനിമ കൊണ്ടുവന്നല്ലേ വലിയ ചെമ്മീനായിരിക്കും എന്നാ വിചാരിച്ചത്. ഇത് നല്ല ചേച്ചിനെ കുറച്ച് കൂട്ടോ ചേച്ചിയുടെ പോയി. ഇത് നല്ല പുളിയൊക്കെ ഇട്ടിട്ട് അല്ല കൊടംപുളിയൊക്കെ ഇട്ട് മുളക് ഇട്ടാ നല്ല രസം. തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് വേണോ? നല്ല സൂപ്പറായി തിന്നണം. തിന്നണം പറഞ്ഞാൽ ഐസ് തിന്നൂല. ഇവിടെ ചിക്കൻ ഇട്ടുണ്ടോ? അപ്പൊ ചിക്കൻ രാവിലെ ഫുഡ് തന്നെ കഴിച്ചിട്ടില്ല കേട്ടോ. ഈ ഫുഡ് ഞാൻ ഓന് വീഡിയോ എടുക്കുന്ന വെച്ചിട്ട് വീഡിയോ തെറ്റിച്ചെടുക്കുന്ന വെച്ചിട്ട് ചീത്ത പറഞ്ഞത്. വെറുതെ ചീത്ത അറിയാം കുട്ടീനെ. ഓ ഉമ്മനെ പറച്ചിലും കേട്ടായിരിക്കും ഉമ്മ നമ്മളും ചീത്ത അറിയില്ലാന്ന്. ഓ എന്തോ ഒരു ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ. പിന്നെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിക്ക് ആവശ്യത്തിന് അറിയോ ഇങ്ങനെ വീഡിയോ എടുക്കാത്തതൊക്കെ പറയാ. തന്റെ വീഡിയോ ഇല്ലല്ലോ. നല്ലത് ഉമ്മ എന്നെ സ്കൂളിൽ പോകുമ്പല്ലേ അടിച്ചു വാരി തുടപ്പിച്ചിട്ടാണ് സ്കൂൾക്ക് വിടല്. പിന്നെന്താ പെൺകുട്ടികൾ പിന്നെ അങ്ങനെ ഉണ്ട് കണ്ട നോക്ക്. +2 പഠിക്കുമ്പോ അടിച്ചു തുറക്കലുണ്ട്. ശനി ഞാനും മാത്രം ഇവിടെ റഫ്നെ ഉണ്ടാവും. ഒരാൾ ഞാൻ മദ്രസ് പോയി വന്നാലും ഉമ്മ തുടച്ചിട്ടുണ്ടാവൂല. തുടയ്ക്കാൻ ഇന്ന കാത്ത് ഏതാ സ്കൂളില്ലാത്ത ദിവസം സ്കൂളില്ലാത്ത ഞാൻ എത്ര കിലോമീറ്റർ നടന്നിട്ടാണ് മദ്രസിന്ന് വരുന്നത്? ആയിക്കോട്ടെ. 2 കിലോമീറ്റർ നടന്നിട്ടാണ് മദ്രസിന്ന് വരുന്നത്. ആകെ 2 റൂം ഉണ്ടാവുള്ളൂ ഈ വീടൊന്നും. ഈ വീട് എടുത്തതിന് ശേഷം ഇവൾ ഇതുവരെ അവിടെ അടിച്ചു മരി. ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ എന്റെ കല്യാണം ഡിസംബറിലായിരുന്നു. ഇവിടെ വീട്ടിൽ കൂടിയത് സെപ്റ്റംബറിലായിരുന്നു. വീട്ടിൽ കൂടലിൽ വന്ന് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ മൈസൂരോട്ട് പോയി. പിന്നെ ഞാൻ വരുന്നത് എന്റെ കല്യാണത്തിന്റെ 1 വീക്ക് മുന്നേ. നിങ്ങൾ പറയാം കല്യാണത്തിന്റെ 1 വീക്ക് മുന്നേ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടാവും, പർച്ചേസ് അത് ഇതൊക്കെ അല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായില്ലേ? ഒരു ദിവസം അടിച്ചു തുറച്ചൂടെ? അടിച്ചു തുടക്കലൊക്കെ ഉണ്ട് ഇവിടെ. അടിച്ചു തുറക്കൂല. തുടക്കല് ഞാൻ അവിടുന്ന് തുടക്കലില്ല. എനിക്ക് തുടയ്ക്കാൻ അറിയില്ല. സത്യം കിട്ടും, എനിക്ക് തുടയ്ക്കാൻ അറിയില്ല. അതുകൊണ്ട് അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ ചെമ്മീനൊക്കെ വൃത്തിയാക്കട്ടെ. ഇത് ഫുള്ള് വീഡിയോ ഇടുന്നത് ലോങ് ആയി പോകും. അപ്പൊ ഇത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇതാ നല്ല ചെമ്മീനൊക്കെ വൃത്തിയാക്കി ഫുള്ള് ഞാൻ നന്നാക്കിയത്. വേറെ നന്നാക്കിയോ? എന്നാലും ഞാൻ കുറെ നന്നാക്കി. ഉമ്മ എന്താ ചെയ്തറിയോ? ഇന്നെ അവിടെ ആക്കിയിട്ട് ഇവരൊക്കെ അങ്ങോട്ട് പുറത്തിട്ട് ഇവർ കഥ അറിഞ്ഞിരിക്കുക. പൈസ കൊടുക്കാനാണെങ്കിലും പിന്നെ അമ്മ വന്നിട്ടില്ലല്ലോ. ഇതെന്താ ചെയ്യുന്നത്? പൊരിക്കല്ല ചെയ്യാ? ചെമ്മീൻ ചോറിൽ തേങ്ങ അരച്ച് വെച്ചിട്ട് ഇതിപ്പോ എന്താണ്? എന്നിട്ട് വരട്ടിയ പോലെ ആക്കും. എന്റെ കുഞ്ഞാവൊക്കെ ഇനി പൊരിക്കണം. എനിക്ക് പൊരിച്ചാൽ മതി. എന്നാ പിന്നെ മൊത്തത്തിൽ പൊരിച്ചാ പോരായിരുന്നോ? അപ്പൊ തേങ്ങാച്ചോറാവോ ഭാവി? തേങ്ങാച്ചോറാക്കാനും പറയൂ. തേങ്ങാച്ചോറല്ല, ചെമ്മീൻ ചോറ്, ഇറച്ചിച്ചോറ് എന്ന് പറയണ പോലെ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ചെമ്മീൻ ബിരിയാണിയൊക്കെ കഴിച്ചിക്കണ്. തട്ട എടുക്കുന്നില്ല. അതല്ലേ മന മോഹം കാണിക്കാത്ത. ഞാനും തട്ടിട്ടില്ല. നമുക്ക് അത്രയും നന്നാക്കിയിട്ട് കിട്ടിയ ചെമ്മീനാണിത്. ഇനി ഇത് കഴിക്കണം. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഉമ്മക്ക് കൊണ്ട കൊടുത്തതാ. ഇതുള്ളതുകൊണ്ട് ഇപ്പം ഫുഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും. ഇതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നല്ല സുഖമാണ്. എനിക്കൊക്കെ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തുണ്ടാക്കുമ്പോഴും എന്താണ് ഫസ്റ്റ് മനസ്സിലോടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നാക്കണം. അവിടെ ഉമ്മച്ചിയൊക്കെ ബിരിയാണി കൊണ്ടൊക്കെ ഇതെല്ലാം ഉണ്ടാക്കില്ല. ബിരിയാണി ഒക്കെ ഇതായിട്ട് ഇത് ആകെ 150 റുപ്പീസ് ഉള്ളൂ കേട്ടോ. 1 kg ഉണ്ട്. ഇനി ഇതെവിടുന്നാ വാങ്ങിയതെന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങൾക്കൊരു താത്ത കൊണ്ടുത്തരുന്നതാ. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം. പൊട്ടിക്കുന്നതിന് മുന്നേ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളെ വിശേഷങ്ങൾ. ഇന്ന് വൈകുന്നേരം ഞാൻ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാലേ ഇവിടെ വന്നാൽ ഞാനൊരു സാധനം ഉണ്ടാക്കില്ല. എൻ്റെ അവിടുന്ന് മേപ്പാടിയിൽ നിന്ന് ആരെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ ഉമ്മാനെ സഹായിക്കും അല്ലേ? സത്യം. അപ്പം നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. എൻ്റെ വീട്ടുകാർ വരുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കും. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ 2 ദിവസത്തിന് നിൽക്കാൻ വരുന്നു, ഞാനും പോകുന്നു അല്ലേ ആയിഷ? എന്തുണ്ട്? കത്തി, കുടം. അയ്യോ ഉമ്മാനെ കണ്ട്. എനിക്ക് വേണേ പൊളക്കുക.
ഉമ്മ പണ്ടേ പറയുന്നു എനിക്ക് നമ്മൾ പറയും തുറമാങ്ക പൊളക്കണം എന്ന് അറിയില്ലേ മാങ്ങുണ്ടായിരുന്നു മാങ്ങോട്ടെ ആ അതൊക്കെ നമുക്ക് എടുക്കാം. ആ അപ്പം ഗൈസ് ഉമ്മ മിക്സി ഓണാക്കി അസൂയ മൂത്തിട്ട് മിക്സി ഓണാക്കി. ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഉമ്മ മിക്സി ഓണാക്കിയത് കേട്ടോ. സ്വന്തം മോൻ്റെ വീഡിയോ ആയിരുന്നെങ്കിൽ ഉമ്മ മിക്സി ഓണാക്കില്ലായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ റെഡി ആവട്ടെ എന്നിട്ട് വീഡിയോ കാണാം. തേങ്ങാച്ചോറ് എല്ലാവർക്കും വെക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ഫുള്ള് വെന്തിട്ടില്ല കേട്ടോ, ഹാഫ് വേവണേ. ഇതിലെന്താ ഇട്ടത് പറഞ്ഞാൽ മതി ഉമ്മ. ഉലുവയും തേങ്ങ കറിവേപ്പില വെളിച്ചെണ്ണ ചോറ് കൂടി മിക്സാക്കി അടുപ്പത്ത് വെച്ച്. ഇത് നമ്മൾ സാധാ ചെമ്മീൻ വറ്റിക്കൂലേ, കുറച്ച് ഇതിലും തേങ്ങ അരച്ച് പറഞ്ഞു. തേങ്ങയും വലിയ ജീരകം അരച്ച് പറഞ്ഞു. ഇത് ഫുൾ റെസിപ്പി ഒന്നല്ല കേട്ടോ, ജസ്റ്റ് ഒരു. ഇനി ഇതിലോട്ടിത് ഒഴിക്കാൻ പോവുകയാണ് ഗൈസ്. ബിസ്മി. അടിപൊളി ചെമ്മീൻ. പിന്നെ ഇതെന്തമ്മനെ കഴിക്കറ്റ് ഇതിന് എത്ര നേരം വെക്കും? ഇത് നമ്മളെ വീഡിയോ ഒക്കെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എന്തൊരു അസൂയ നോക്ക്. സ്വന്തം മോദോക്ക് ഇവള് കണക്കാ, ഈ പെണ്ണും കണക്കാ. കടപ്പെട്ടിരിക്കുന്നു. ഇതിനി ഇങ്ങനെ എന്താണ് സിമ്മിൽ വെച്ചിട്ട് വേവിക്കും. ഓരോ വീഡിയോ ഞാൻ ഇവിടെ ഒന്നിനൊക്കെ ചെയ്തു തരുമോ? പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പൈസ തന്നാൽ മതി. നമുക്കൊന്നുമില്ല അല്ലേ ചോ? ഉമ്മ ചോദിക്കോ ഇന്നലെ പഠിപ്പിച്ചതിന് കണക്ക് വെച്ച ആളല്ലേ? ഞാൻ ഇപ്പോഴും ചോദിക്കും, പഠിപ്പിച്ചതിന് കണക്ക് വെച്ചല്ലോ ചോ? കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി ചെയ്യും. ആ പഠിത്തല്ല, LKG തൊട്ട് പഠിപ്പിച്ചേന്. അത് എന്തുകൊണ്ട് പോകാത്തോണ്ട് പറഞ്ഞത് നമ്മളെ. ഇതാ ഇവിടെ ആയിഷമ്മ എന്താണ് നല്ല ഇളനീർ ഷേക്ക് അടിക്കാൻ പോവാട്ടോ. ഉമ്മയുടെ പായസമില്ല, ഉമ്മാക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതാ. എനിക്ക് താത്ത പറഞ്ഞു തന്നതാ. അല്ല അത് മിക്സ് ചെയ്ത് അതിന് പിന്നെ അടിക്കാം. ആ ഷേക്കിന് പാലുണ്ടോ? അപ്പൊ ഗൈസ് ഇതിനി വറ്റി വരണം. നല്ല തേങ്ങാച്ചോറല്ല, ചെമ്മീൻ ചോറ്. ഇതമ്മ ഈ സൈഡിൽ ഇതൊക്കെ ഉണ്ട് ഗ്രേവിയൊക്കെ. അപ്പൊ ഗൈസ് ഞങ്ങളിത് ഷേക്കൊക്കെ അടിക്കട്ടെ കേട്ടോ. എന്താണ് ഞാനിത് വീഡിയോ കട്ട് ചെയ്ത കേട്ടോ. അപ്പൊ അമ്മക്ക് ഇത് കൂട്ടി തിന്നണ വീഡിയോ എടുക്കണം. പണ്ട് ബിരിയാണി വെച്ചാല് രസമുണ്ടോ? ആശ കൊടുക്കും. അല്ല ഇത് ഇങ്ങനെ കഴിക്കലുണ്ടോ ആയിഷ? ചട്ടി ബാലൻസ് വന്നാല് പഠിച്ചിട്ട് ഇങ്ങനെ കുത്തുന്ന ഇങ്ങനെ ആർക്കും തരൂല, മൂത്തിന് മാത്രമേ കൊടുക്കുള്ളൂ. എന്താ മൂത്ത് ഇല്ലെത്തിയാണ്. മൂത്ത വീഡിയോ കാണുന്നല്ലേ അങ്ങനല്ല, പോക്കാ കിട്ടിയുള്ള കാര്യം. ഏറ്റവും മൂത്ത ആളാ കരയെന്ന് പറയണത്. മൂത്തല്ല, രണ്ടാമത്തെ. ഞങ്ങൾ കുരുമുളക് വെറുക്കാൻ പോകും. എന്നിട്ട് പിന്നെ ചെറിയ ക്ലാസ് ഒക്കെ ആയിട്ട് പോവാ. ലോകം ഇച്ചിരി കിട്ടുള്ളൂ. എന്നിട്ട് കരയും. എന്നിട്ട് എന്തെങ്കിലും എച്ചി ഫുള്ളൊക്കെ കൊടുക്കും. ഫുള്ളൊക്കെ കൊടുക്കും. ഉമ്മ തൊട്ടാ കരയും. ഉമ്മ തൊട്ടാ കരയും. ഒന്നും കൂട്ടൂല. കുറുമ്പൻ ഐസി. അപ്പോൾ ഗൈസ് ഇനി ഇത് ഷേക്ക് അടിച്ച് ഞങ്ങൾ കുടിക്കും. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ദമ്മ് പൊട്ടിക്കുമ്പോൾ കാണിച്ചു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് രസം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫുൾ റെസിപ്പി ഞാനിടും. ഫുഡ് കഴിക്കണം. അത് അനക്ക് മാത്രമല്ല കേട്ടോ. ഇതിലുള്ള ചെമ്മീൻ ബർക്കിയിലേക്ക് അല്ല അഹാന കൃഷ്ണ പറഞ്ഞ പോലെ എന്താണ് ചെമ്മീൻ വാങ്ങിയാല് ഇതും എന്റെ കയ്യിലുള്ളത്. അത് പിടിക്കും. ഷിക്കു മൈക്ക് പിടിക്കും. ഇതില് ചെമ്മീൻ ഉണ്ട്, എടുത്ത് പുറത്ത് വീതം വെച്ചോ. എല്ലാവർക്കും വീതം വെക്ക്. അതെന്താ കൂട്ടാത്തെ? അത് ബോണസ് ആക്കി വെച്ചോ. നല്ല ഉമ്മാടെ ചെമ്മീൻ ഉണ്ടായിട്ടോ. ചെമ്മീൻ ചോറും അത് കൂട്ടില്ല, അത് എടുത്ത് വെച്ചിട്ട് കൂട്ടില്ലേ. നല്ല ചെമ്മീൻ ഫ്രൈയും മീനച്ചാറ്. മയണൈസ് ഉണ്ട്. മയണൈസ് കൂട്ടുണ്ടാ?
ചെമ്മീനിന് മയോണൈസ് കൂട്ടാൻ പാടില്ല. മീനിന്റെ ചോറുണ്ട്. അച്ചാറോ തൈരുണ്ടോ? ഒരു ചൊവ ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഐസിക്ക് മാറ്റി വെച്ചല്ലോ. ആ ഐസിക്ക് മാറ്റി വെച്ച് ചോറ് ഞാൻ എടുത്തരാം. ഐസിക്ക് മാറ്റി വെച്ച് ചോറ് എടുക്കുമ്പോ ആയിഷ കുക്ക് ചെയ്യട്ടോ. ആയിഷ അത് ഓന്റെ പ്ലേറ്റ് ഇട്ട് കൊടുക്കല്ലേ. ഇത് ഇട്ട് കൊടുത്ത് 3 എണ്ണം. അല്ല, ഇവന്റെ പ്ലേറ്റ് ഇട്ട് കൊടുക്കല്ലേ. ഫുള്ള് കഴിക്കും അത്. അല്ല, ഈ തിന്നിട്ട് ടേസ്റ്റ് പറഞ്ഞില്ലല്ലോ. ടേസ്റ്റ് സൂപ്പർ. എനിക്ക് ടേസ്റ്റ് പിടിക്കുന്നില്ല. അതെന്താ? എന്ത് ചെമ്മീൻ പൊരിച്ചതും പൊരിച്ചതിന്റെ ഇഷ്ടപ്പെട്ടില്ലേ? ഈ ടേസ്റ്റ് ചോറ് ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്തു. എനിക്കിഷ്ട ചെമ്മീൻ. ഞാൻ മീൻ കൂട്ടാറില്ല. ചെമ്മീൻ ചോറ് ഞാൻ തിന്നിട്ടില്ല. ചെമ്മീൻ എന്താക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ടേസ്റ്റാ. നിന്റെ ബൈക്ക് എവിടെ? ഇപ്പൊ കലപില പറയും. സൂപ്പർ സൂപ്പർ. ഉമ്മ എന്തുണ്ടെങ്കിൽ സൂപ്പർ. ഉമ്മ മേക്കണല്ലോ. ഇത് ഭാവിന് മേടിച്ച ഗൈസ്, പക്ഷെ കൈയില്ലാത്ത ഞാൻ പൊതച്ചിട്ടേക്കാം. ഒന്നും കയ്യില്ല. അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഐസിനെ ഇനി നമ്മൾ ഇത് ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് അറ്റാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ? ക്യാമറ മാറ്റിട്ടാണ് ഈ ഷാളൊക്കെ കണ്ട് പറിച്ചു വന്നിട്ട് അതില് ചോറിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഐഷ ആ ചെമ്മീൻ പൊരിച്ചതില് എണ്ണയില് മത്തിന്റെ പഞ്ഞില്ലേ, പഞ്ഞി നിങ്ങളെന്താ പറയാ? പല്ലിമീനോ? ഏതാ ഉള്ളിലുള്ള മുട്ട? ഞങ്ങൾ പഞ്ഞി. ആ ഐസിക്ക് മാത്രം ഉണക്കൽ പീസ് ചിക്കൻ കേട്ടോ. അല്ല അല്ല, എനിക്ക് കണ്ടറിയില്ലല്ലോ. ടൂണ എങ്ങനെയാ പൊരിച്ചായിരിക്കും? ഉപ്പച്ചില്ലേ അടിപൊളിയായിട്ട് ടൂണ കൊണ്ട് മക്രോണി ഉണ്ടാക്കും. ഇല്ല ഉമ്മ 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 ഉപ്പച്ചി ടൂണ കൊണ്ട് മക്രോണി ഉണ്ടാക്കൂലേ? അടിപൊളിയാ, സൂപ്പറാ. സാൻഡ്വിച്ച് ഒക്കെ മനസ്സിലായി. സ്പെഗറ്റി മക്രോണി സ്പെഗറ്റി അല്ല, ഇപ്പച്ചി സാധാ മക്രോണിയിൽ ഉണ്ടാക്കല്. ഉള്ളിയൊന്നും ഇടൂല അധികം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്റെ മോന്റെ കാര്യം നോക്കി വേറെ ചോറുണ്ടല്ലോ. വേറെ ചോറ് വേണമെന്നോ? അത് ഉമ്മയാണ് കാരണം. ഉമ്മയോട് അപ്പളെ ഞാൻ പറഞ്ഞു എന്നാ 10 രൂപ എടുത്തു. ആ അപ്പൊ ഗൈസ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാരും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാ. ഇതൊന്ന് അറ്റാക്ക് ചെയ്യാണ്ട് ഒന്ന് ക്ഷമിക്കണം. ഒന്ന് വേഗം വൈൻഡ് അപ്പ് ചെയ്യാണ്ട്. ഓക്കെ ബൈ ബൈ. ബൈ.